സർക്കാരിനെയും സുരക്ഷാസേനകളെയും നോക്കുകുത്തികളാക്കി മണിപ്പൂരിൽ കലാപം ആളിക്കത്തുന്നു. കലാപത്തിന്റെ കേന്ദ്രബിന്ദുവായ ജിരിബാമിൽ ഒരു പ്രതിഷേധക്കാരനുൾപ്പെടെ 7 പേർക്ക് ഇന്നലെ ജീവൻ നഷ്ടമായി. ജിരിബാം ആക്രമണത്തിൽ പ്രതിഷേധം ശക്തമാക്കിയ മെയ്തേയികൾ സർക്കാർ ഓഫീസുകൾ ഉൾപ്പെടെ ആക്രമിച്ചു. സുരക്ഷാസേനയ്ക്കെതിരെ കുക്കികളും മെയ്തേയികളും പലയിടത്തും ഏറ്റുമുട്ടുകയാണ്. കർഫ്യൂവും ഇന്റർനെറ്റ് നിരോധനവും ഉൾപ്പെടെ ഏർപ്പെടുത്തിയെങ്കിലും അക്രമങ്ങൾക്ക് കുറവില്ല. അക്രമം കൂടുതൽ വ്യാപിക്കുന്നത് തടയാൻ 7 ജില്ലകളിൽ ഇന്നലെ വരെ നിലനിന്നിരുന്ന ഇന്റർനെറ്റ് നിരോധനം 2 ദിവസത്തേക്ക് കൂടി നീട്ടി. ഇംഫാൽ താഴ്വരയിലെ ഇംഫാൽ വെസ്റ്റ്, ഈസ്റ്റ്, ബിഷ്ണുപൂർ, തൗബാൽ, കക്സിങ് ജില്ലകളിലെ കർഫ്യൂ അനിശ്ചിതകാലത്തേക്ക് നീട്ടിയെന്നും സർക്കാർ അറിയിച്ചു. അതേസമയം ഇന്നലെ പുലർച്ചെ ജിരിബാമിൽ സുരക്ഷാസേനയുമായുള്ള സംഘർഷത്തിൽ 20കാരൻ കൊല്ലപ്പെട്ടു. ജിരിബാമിൽ ഭാപ്പുപാറ മേഖലയിൽ പൊതുമുതൽ നശിപ്പിച്ച പ്രക്ഷോഭകരെ നേരിടാൻ സുരക്ഷാസേന വെടിയുതിർത്തു. ഇതിനിടെയാണ് കെ അത്തൗബ എന്നയാൾ കൊല്ലപ്പെട്ടത്. ആരാണ് വെടിയുതിർത്തതെന്ന് വ്യക്തമല്ലെങ്കിലും സുരക്ഷാസേനയുടെ ഭാഗത്തുനിന്ന് വെടിവെപ്പുണ്ടായതായി ദൃക്സാക്ഷികൾ ആരോപിച്ചു. ആസാമിലെ ബരാക് നദിയിൽ അജ്ഞാത സ്ത്രീയുടെയും ഒരു പെൺകുട്ടിയുടെയും മൃതദേഹങ്ങൾ ചാക്കിൽ പൊതിഞ്ഞ നിലയിൽ കണ്ടെത്തിയതായും റിപ്പോർട്ടുകളുണ്ട്. കുക്കി ഹമർ വിഭാഗക്കാർ തട്ടിക്കൊണ്ടുപോയ 3 കുട്ടികളുടെയും 3 സ്ത്രീകളുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയതിന് പിന്നാലെ മെയ്തേയികൾ തുടങ്ങിവെച്ച പ്രതിഷേധം കൂടുതൽ അക്രമാസക്തമാവുകയാണ്. ഇംഫാൽ വെസ്റ്റിൽ കർഫ്യൂ ഉത്തരവ് അവഗണിച്ച് കോർഡിനേറ്റിംഗ് കമ്മിറ്റി ഓൺ മണിപ്പൂർ ഇന്റഗ്രിറ്റിയുടെ നേതൃത്വത്തിൽ നിരവധി സർക്കാർ ഓഫീസുകൾ അടച്ചുപൂട്ടി. ലാംപെൽപാറ്റിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ ഓഫീസ്, തക്കേലിൽ പ്രവർത്തിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബയോറിസോഴ്സ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഓഫീസ്, ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് വകുപ്പ് ഓഫീസ് എന്നിവ പ്രതിഷേധക്കാർ താഴിട്ട് പൂട്ടുകയായിരുന്നു. കുക്കി ഹമർ വിഭാഗത്തിനെതിരെ സൈനിക നടപടി ആവശ്യപ്പെട്ട് സംഘടനയുടെ നേതൃത്വത്തിൽ ഇംഫാലിലെ ഖൈരംബന്ദ് മാർക്കറ്റിൽ അനിശ്ചിതകാല സമരവും തുടങ്ങിയിട്ടുണ്ട്. അതിനിടെ മണിപ്പൂർ BJPയിൽ നിന്ന് 8 നേതാക്കൾ രാജിവെച്ചു. ജിരിബാം മണ്ഡലം പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും ഉൾപ്പെടെയുള്ള നേതാക്കളാണ് രാജിവെച്ചത്. ജിരിബാമിലെയും മണിപ്പൂരിലെയും സംഘർഷാവസ്ഥ ലഘൂകരിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടുവെന്ന് രാജിവെച്ചവർ ആരോപിച്ചു. ബിരേൻ സിംഗ് സർക്കാരിന്റെ അനാസ്ഥയിൽ പ്രതിഷേധിച്ച് കഴിഞ്ഞ ദിവസം നാഷണൽ പീപ്പിൾസ് പാർട്ടിയും സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ചിരുന്നു.